ശങ്കുട്ടി ദാസ്, എന്താണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? ഈ രാജ്യത്തെ യുവാക്കളെ എല്ലാം തല്ലി ഒതുക്കി എല്ലാ തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റികളിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ളതാണോ? പരീക്ഷ കുളം തോണ്ടിയ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ളതാണ് രാജ്യത്തെ യുവാക്കൾ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടിയിട്ടാണ് അവർ സഹന സമരം നടത്തിയത്. ആ സമരം നടത്തിയ വിദ്യാർത്ഥികളെ ഇന്നലെ അതിഭീകരമായി മർദ്ദിക്കുന്നു. ഇന്ന് ഒപ്പോസിഷൻ ലീഡറുടെ മുഖത്ത് ചവിട്ടുന്നു. ഒപ്പോസിഷൻ MP-മാരെ ഈ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഈ ജനാധിപത്യം എങ്ങോട്ടാണ്? ഇങ്ങനെ രാജ്യം ഭരിക്കാം എന്നാണോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ശ്രീ അഭിലാഷ് മോഹൻ, ഈ ചർച്ച ആദ്യം മുതൽ കാണുന്ന ആളുകൾക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടിയെന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി മുഖം മറച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിച്ചതെന്നാണ്. അടുത്ത കൂടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കുക. അങ്ങയുടെ പക്ഷം പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്. അതിപ്പോ ആ ദൃശ്യം കണ്ട അറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്ന് ഡൽഹിയിലുള്ള നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ പറഞ്ഞു എന്ന വിവരം വെച്ച് ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്ന നിങ്ങൾ ചവിട്ടിയത് നിങ്ങൾ കണ്ടതുപോലെ പറയണം. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര പൊടിയുന്ന ദൃശ്യങ്ങളില്ലേ? അതിപ്പോ ശങ്കുട്ടിദാസിനും കണ്ടൂടെ? ശരി ശരി, നീ ഒന്നും പണയണ്ട. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തില് ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നാരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 118 പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 5 IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ. ഈ പറയുന്ന CJP പ്രതിഷേധത്തിൽ ആകെ പരിക്ക് പറ്റിയിട്ടുള്ള പ്രതിഷേധക്കാരുടെ എണ്ണം 60 ആണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 120 അടുത്താണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലേ? അതല്ല ഉദ്ദേശം. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം അവിടെ അമിതമായിട്ടുള്ള സുരക്ഷയുണ്ട്. ആ മേഖലയിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അനുവദിക്കാറില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാർച്ച് നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ ഡൽഹി പോലീസിൽ നിന്ന് മുൻകൂറായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ അനുമതി മേടിക്കണം. ഈ CJP പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഒരു അപേക്ഷയും ഇല്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ എന്താ രാമരാമ ജപിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മാധ്യമം, ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അജണ്ട വെച്ചിട്ടുള്ള സൈബർ ആളുകളൊന്നുമല്ല, കേരളത്തിലെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ പ്രവർത്തകൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നേരെ വന്ന് കല്ല് വീഴുന്നു. എന്നിട്ട് അയാൾ ആ ലൈവിൽ തന്നെ പറയണം, അതാ കല്ല് വരുന്നു, അതാ അടുത്ത കല്ല് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ CJPയുടെ പ്രതിഷേധക്കാർ കല്ല് കൊണ്ടുവന്നിട്ട് ഈ മാധ്യമങ്ങളെയും പോലീസുകാരെയും കല്ലെറിയുകയാണ് എന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ ഈ ചർച്ചയിൽ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തെ പറ്റി, പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിഷേധത്തെ പറ്റി നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്. എവിടെയായിരുന്നു സാർ ഈ രാഹുൽ ഗാന്ധി? ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് എത്ര കാലമായി? ജൂൺ 6 മുതൽ ഈ പറയുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം തുടങ്ങി. ജൂൺ 27 മുതൽ സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം തുടങ്ങി. ഈ പറയുന്ന ജൂൺ 19 21ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസ് അവിടെ നിന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 21 ദിവസവും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ല. സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഈ 23 ദിവസം സമരം ചെയ്തിട്ടും ഇവരെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല എന്ന കാര്യം പറഞ്ഞില്ല. ഹൈ സെക്യൂരിറ്റി സോൺ ആയിട്ടുള്ള പാർലമെന്റിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്തായാലും JP നദ്ദ 10 മിനിറ്റെങ്കിലും അപ്പോയിന്റ്മെന്റ് കൊടുത്തല്ലോ. ഇവർ ധർമ്മസമരം നടത്തിയിട്ട് 23 ദിവസം സമരം നടത്തിയിട്ട് പുതപ്പിൽ ചുരുട്ടി കൊണ്ടുപോകല്ലാതെ ഇവരെ സമരത്തെ അഭിസംബോധന ചെയ്യാനോ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനോ തയ്യാറായോ? ഇല്ലല്ലോ. ഇന്നലെ കിട്ടുമോ? ഈ
മാർച്ച് തുടങ്ങിയതിനു ശേഷം JP നദ്ദ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കൊടുത്തല്ലോ. അതിനാടകീയമായിട്ടുള്ള വാചകമടിയൊന്നും നടത്തണ്ട. അല്ല, വിഷയം പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞ 23 ദിവസം സമരം നടത്തിയിട്ട് അവരെ, ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ, സമരമല്ലേ, ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ തയ്യാറായോ സർക്കാർ? ജനാധിപത്യമല്ലേ രാജ്യത്ത്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അല്ല ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സോനം വാങ്ചുക്കിന് 21-ാം ദിവസം പുതപ്പിൽ ചുരുട്ടിക്കൊണ്ടുപോയി എന്ന്. 21 ദിവസം നിരാഹാരം നടത്തിയിട്ട് പൊട്ടാഷ്യം ലെവലും സോഡിയം ലെവലും താഴെയായിട്ട് ജീവൻ തന്നെ അപകടത്തിലായിട്ടുള്ള ഒരാളെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ പോലീസിന്? പോലീസ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ പറയുന്നത് ഞാൻ ചോദിച്ചത്, രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ സമരം നടക്കുന്നത് ഇത്രയും സമയത്തോളം? അതായത് 21 ദിവസം നിരാഹാര സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജനറൽ സെക്രട്ടറിമാർ ആരെങ്കിലുമോ അതിന് പോയിട്ടില്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം CJPക്ക് ബദലായിട്ട് ഹരിയാനയിൽ ബദൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പോ സോനം വാങ്ചുക്കിനെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇവർ ഈ പാർലമെന്റ് മാർച്ച് നടത്തുകയും പാർലമെന്റ് മാർച്ച് അക്രമാസക്തമാവുകയും സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് തിരികെയും ചെയ്ത ഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റണം എന്ന ദുരുദ്ദേശത്തോടു കൂടിയിട്ടല്ലേ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. പട്ടാളം പൊന്നാനി മംഗലം വിട്ടു പോവുക. ചുറ്റിന്ത്യ